പറയുമ്പോൾ കട്ടപ്പനയിലുള്ളത് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഓരോ സിനിമകളൊക്കെ ഇറങ്ങുമ്പോഴും എല്ലാവരും പറയാറുണ്ട് ആ കട്ടപ്പനയൊക്കെ പോലത്തെ ഒരു പടമാണ് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട്. അപ്പോൾ ദൈവം സഹായിച്ച് അതേ ടീമിൽ ആദിഷ്കാടെ കൂടെ വീണ്ടും ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചൊരു സിനിമയാണ് മാജിക് മഷ്റൂംസ്. അതേ വൈബുള്ളൊരു സിനിമയാണ്, അതുപോലെ തന്നെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ഇതിൽ നമ്മൾ നേരത്തെ വന്നപ്പോൾ തുടങ്ങി കാണുന്ന സിനിമയോട് ഏറ്റവും പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയുടെ ഓരോ മുക്കിലും മൂലയിലും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് നമ്മൾ ആദ്യം കണ്ട നമ്മുടെ പ്രൊഡ്യൂസറാണ് അഷ്റഫക്ക ആർട്ടിൽ ബോയ് ആയിട്ട് തുടങ്ങിയ ആളാണ്. അഷ്റഫക്ക അന്ന് ആദ്യമായിട്ട് ബാവക്കയുടെ കൂടെ അസിസ്റ്റ് ചെയ്തതാണ്. ആ ബാവക്കയായിരുന്നു ഇതിൽ ആർട്ട് ഡയറക്ടറായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും വർഷമായിട്ട് ഈ സിനിമയോടുള്ള പാഷൻ കൊണ്ട് നടക്കുന്ന ഒരു പ്രൊഡ്യൂസർ, സിനിമ ജീവിതമാക്കി നടക്കുന്ന ഒരു ഡയറക്ടർ, സിനിമ ജീവിതമായിട്ട് നടക്കുന്ന ആക്ടേഴ്സിൽ ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെയാണ് ഇതിലുള്ള ഓരോ ആക്ടേഴ്സും. പിന്നെ റൈറ്റർ ആകാശ് എത്രയോ കാലമായിട്ട് സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. സിനിമയുടെ പുറകെ അഭിനയിക്കാനായിട്ടും എഴുതിയും എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞിട്ട് ശരിക്കും ആക്ച്വലി 2-3 കൊല്ലമായി അല്ലേ. അപ്പോൾ അതിങ്ങനെ ഓണാവാതെ ഇങ്ങനെ നീണ്ടു പോരും. പക്ഷെ കേട്ടന്ന് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കഥയാണ്. പക്ഷെ ഇതിങ്ങനെ ഒരു പ്രൊജക്റ്റ് ആക്കാൻ പറ്റാതിരിക്കുമ്പോൾ പല വഴി ഞങ്ങൾ ശ്രമിച്ചെങ്കിലും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഏറ്റവും ലക്കി ചാമായ നാദിർഷക്കയുടെ അടുത്ത് എത്തിയപ്പോഴാണ് അത് ഓണായത്. അപ്പോൾ ആ കൈയടിക്ക്. അപ്പോൾ ഈ സിനിമ എല്ലാം കൊണ്ടും നന്നായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഒരുപാട് പേർക്ക് ജീവിതം ആണ് ഈ സിനിമ. ഇത് നന്നാവണം. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം, പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു. തീർച്ചയായിട്ടും. ഓക്കെ.